കേരളത്തിലെ ആ പച്ചപ്പുകൾക്കിടയിൽ ഒരു കുടുംബം വർഷങ്ങളായി കാത്തിരുന്ന നിമിഷമായിരുന്നു അത്. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ ചിരികളുണ്ടായിരുന്നില്ല. അനക്കമില്ലാത്ത ശരീരം, നീലിച്ചുപോയ ചർമ്മം. മരണം അവനെ കൊണ്ടുപോയെന്നെല്ലാവരും കരുതി. പക്ഷേ ഒരു അത്ഭുതം പോലെ അവൻ ശ്വാസമെടുത്തു. മരണത്തെ തോൽപ്പിച്ച ആ മകന് അവർ പേരിട്ടു നീലകണ്ഠൻ. കാലം കടന്നുപോയി. നീലകണ്ഠൻ വളർന്നു. മെലിഞ്ഞ ശരീരം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുണ്ട മുടി, പിന്നെ ആ നീല നിറം. അവനെ സ്നേഹിച്ചവർ പോലും പതിയെ അവനിൽ നിന്നും അകന്നു തുടങ്ങി. ലോകം അവനെ ഒരു ശാപമായി കണ്ടു. കൂട്ടത്തിനിടയിലും അവൻ ഒറ്റപ്പെട്ടുപോയി. പക്ഷെ ആ ഏകാന്തതയിൽ അവനൊരു അഗ്നി ഒളിപ്പിച്ചു വച്ചിരുന്നു. 18-ാം വയസ്സിൽ അവൻ വീട് വിട്ടിറങ്ങി. ചെന്നെത്തിയത് 2 കർക്കശക്കാരായ ഉസ്താദുമാരുടെ മുന്നിലായിരുന്നു. അവിടെ സ്നേഹമുണ്ടായിരുന്നില്ല, കഠിനാധ്വാനം മാത്രം. സ്വന്തമായി അടുപ്പ് കത്തിച്ചും ഭക്ഷണം പാകം ചെയ്തും ഇരുമ്പ് കഷണങ്ങളോട് പടവെട്ടിയും അവൻ വളർന്നു. ഉസ്താദുമാരുടെ പരുക്കൻ വാക്കുകൾ അവൻ്റെ മെലിഞ്ഞ ശരീരത്തെ ഉരുക്കുപോലെ കരുത്തുള്ളതാക്കി മാറ്റി. രാപ്പകൽ ഗ്രീസിനും യന്ത്രങ്ങൾക്കുമിടയിൽ കഴിഞ്ഞപ്പോൾ കഴിവിന് നിറമില്ലെന്നവൻ തിരിച്ചറിഞ്ഞു. ഇന്ന് അതേ വർക്ക്ഷോപ്പിൽ ഗ്രീസ് പുരണ്ട കൈകൾ കൊണ്ട് തൻ്റെ ചുരുണ്ട മുടി വകഞ്ഞു മാറ്റി നീലകണ്ഠൻ നിൽക്കുമ്പോൾ ലോകം അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. ആക്രി സാധനങ്ങളിൽ അവൻ മായാജാലം തീർക്കുന്നു. ഒന്നോർക്കുക, നിങ്ങളുടെ ജനനമല്ല, നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ചരിത്രം എഴുതുന്നത്. നീലകണ്ഠൻ്റെ ജീവിതത്തിലെ അടുത്ത ഭാഗങ്ങൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.